കലക്ക വെള്ളമാണ് ഇത്. നമ്മളെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ വേവലാതിപ്പെടും? പുതിയ പിള്ളേർക്ക് അറിയില്ലല്ലോ. പറയേണ്ടത് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. എത്ര കൂകി വിളിച്ചാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും പറയേണ്ടത് പറഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അങ്ങനെയുള്ളൊരു ശീലമല്ലേ ഉള്ളൂ എനിക്ക്. അത് ഈ പുതിയ ആളുകൾക്ക് അറിയില്ലല്ലോ എന്നാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പറയുന്നത്. അതായത് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി, സംഘീവൽക്കരണം അല്ലെങ്കിൽ കാവ്യകളസവൽക്കരണം കേരളത്തിലേക്ക് നടപ്പിലാക്കാനായിട്ട് നടക്കുന്ന UDF സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, തോന്നിവാസത്തിനെതിരെ സംഘടിതമായിട്ട് പൊരുതിയിരുന്ന ഒരു സംഘടനയെ ഇന്നലെ കഴിഞ്ഞ ദിവസം ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ പ്രിവെൻറ്റ് ചെയ്തു. ആ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അവരെ വെറുതെ അങ്ങ് പ്രിവെൻറ്റ് ചെയ്യുകയല്ല ചെയ്തത്. ജലപീരങ്കിയിൽ മലിനജലം നിറച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും, പ്രവർത്തകരുടെ എല്ലാവരുടെയും ശരീരത്തിലേക്ക് ആ ഒരു വെള്ളം അടിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്കറിയാം, മസ്തിഷ്ക ജ്വരം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, എബോള, ഷിഗല്ല, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ. ഈ പല രോഗങ്ങളും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടുപിടുത്തത്തിലോ ഒക്കെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി സംഘവുമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത് വവ്വാലിൽ നിന്നല്ല എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുള്ള K മുരളീധരൻ മുൻപ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് വവ്വാലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നൊക്കെയുള്ളൊരു സ്ഥിരീകരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അസുഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെയുള്ളൊരു പഠനം ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മലിനജലം ആ പ്രവർത്തകരുടെ ദേഹത്തടിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തിരിക്കുന്നത്? UDF സർക്കാരാണ്, അല്ലെങ്കിൽ പൂക്കി CM ആണ്, അല്ലെങ്കിൽ ചിരിക്കുന്ന CM ആണ്. ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിരിച്ചുകൊണ്ടുള്ള കഴുത്തറക്കലിൻ്റെ ഒരു നയം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശക്തമായിട്ട് നിയമസഭയിൽ ശബ്ദമുയർത്തിയിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം ഒരു ബുക്ക് നോക്കി വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പഴയ ഒരു മുഖ്യമന്ത്രിയായി മാറും. അദ്ദേഹം ബുക്ക് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് മാറും. അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു ഇന്ദ്രനോ ഒരു ചന്ദ്രനോ പോലും തോൽപ്പിക്കാനോ അയാളെ ചെറുത്ത് നിൽക്കാനും സാധിക്കില്ല. അങ്ങനെ തന്നെയാണ് പിണറായി വിജയൻ സഖാവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു മുഖ്യമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ എന്നെ ഇന്ദ്രനോ ചന്ദ്രനോ പോലും തൊടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആ ഒരു രോമത്തിൽ തൊടാൻ പോലും സംഘികൾക്കോ കുങ്ങികൾക്കോ സഹകുങ്ങികൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള, നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു സഖാവ് പിണറായി വിജയൻ. ഇന്ന് ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ പിന്നാലെ എന്തൊക്കെ മെഴുകലുകളാണല്ലേ നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ മെഴുകുന്ന സതീശനാദികൾ, അതായത് കൊങ്ങികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സ്മൃതീശൻ എന്ന് പറയുന്ന, സ്മൃതി പരുത്തിക്കുരു എന്നൊക്കെ പേരിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി, പെൺപുലി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പെണ്ണെലി, അതായത് കൊങ്ങികൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുക. ചാനൽ ചർച്ചകളിൽ, അന്തിചർച്ചകളിൽ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സാധനവും കുത്തിപ്പിടിച്ചുകൊണ്ട് വന്നിരുന്ന് ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് സ്മൃതി പരുത്തിക്കുരു. അപ്പോൾ എന്തായാലും നമുക്ക് സ്മൃതി ഓൺ എയറിൽ തെയ്യുന്നൊരു കാഴ്ച കൂടി കാണാം. അതിനുശേഷം പിണറായി വിജയൻ സഖാവ് പറയുന്ന ആ വീഡിയോയുടെ ബാക്കി കണ്ടുപോകാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദ്യത്തിൻ്റെ ആ ഒരു നികുതി, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും, വീര്യം കൂടിയ മദ്യത്തിന് ഇത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും, പാലിൻ്റെയോ പച്ചക്കറിയുടെയോ ഒന്നിൻ്റെയും വില കുറയ്ക്കാതെ മദ്യത്തിൻ്റെ വില കുറച്ചതിനെതിരെ NB രാജേഷ് രംഗത്തേക്ക് വന്നതിന് പിന്നാലെയാണ് സ്മൃതി NB രാജേഷിനെ വിളിച്ചിരുത്തിയിട്ട് വലിയ മെഴുകാന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയൊരു ചർച്ചയാണ്. പക്ഷേ അടപടലം തേഞ്ഞു, അടപടലം മൂഞ്ചി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും വിധം സ്മൃതി ആ ഒരു ചാനൽ ചർച്ചയിൽ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അവരുടെ പ്രോഡക്റ്റുമായി വരുമ്പോൾ അവരിവിടെ ഒരു സേവനത്തിനല്ലല്ലോ വരിക. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ഏത് കമ്പനികൾ വരുമ്പോഴും അവരവരുടെ ലാഭമാണ് ആലോചിക്കുക, അതാണ് അവർ മുന്നോട്ട് വെക്കുക. അതിനുള്ള സാഹചര്യം അതിനുള്ള സാഹചര്യം കൊള്ള ലാഭം ഒരുക്കി കൊടുക്കാൻ എന്ത് അല്ല 0.5%. ഒറ്റ മിനിറ്റ് ഈ ഉപഭോക്താക്കളുടെ ഒരു മിനിറ്റ് ശ്രീ MP രാജേഷ്, അങ്ങനെക്ക് നൽകേണ്ട ഒരു മറുപടി ഇതാണ്. 0.5% ഉള്ള ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്ന ആളും 43% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം കഴിക്കുന്ന ആളും ഒരേ പൈസ നൽകണം എന്ന് പറയുന്നത് ഈ മദ്യ ഉപഭോക്താവിനോടുള്ള അനീതിയല്ലേ? അത് നിങ്ങൾ VD സതീശനോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹമാണ് ഞങ്ങൾ ആരോഗ്യ ചെയ്യാത്ത ഘട്ടത്തിൽ നികുതി കുറച്ച് കൊടുക്കാൻ പോകുന്നു, അഴിമതി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത്. നികുതി കുറയ്ക്കട്ടെന്നാണ് ചോദിക്കുന്നത്. വീര്യം കുറഞ്ഞതിന് കുറയ്ക്കട്ടെ അദ്ദേഹമാണ് പറഞ്ഞത്, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അഴിമതിയാണ് എന്ന് തോന്നിയത് അദ്ദേഹം ചെയ്യുന്ന അഴിമതി അല്ലാതാവും. അപ്പൊ ശ്രീ MP രാജേഷ്, അങ്ങയുടെ പ്രശ്നം അന്ന് പറഞ്ഞത് മാറ്റി ഇന്ന് ധനമന്ത്രി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അതോ ഈ പറയുന്നത് അഴിമതി എന്നതാണോ അങ്ങ് കരുതുന്ന പ്രശ്നം? അതീവ രഹസ്യമായി ചെയ്തത് എന്തിനാണ് എന്നതാണ് ചോദ്യം. രഹസ്യമായിട്ട് ബജറ്റിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുമോ ശ്രീ MP രാജേഷ്? ഇവിടെ അനൂപല്ലേ എന്ന് പറഞ്ഞത് മദ്യനയത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. മദ്യനയം വരാൻ പോണേ ഉള്ളൂ, എന്താ സംശയം? അങ്ങ് എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ധനമന്ത്രി എല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ടാണോ എല്ലാം പ്രഖ്യാപിച്ചിരുന്നത്? അങ്ങനെയാണോ?
എല്ലാ സർക്കാരുകളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വകുപ്പ് മന്ത്രി അറിയാതെയാണോ തീരുമാനിച്ചത്? വകുപ്പ് മന്ത്രി പറഞ്ഞു ഞാൻ അത് അറിയേണ്ട കാര്യമില്ല, ഇനി നയത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് വിൽക്കണമോ എന്ന കാര്യം പിന്നീട് ആലോചിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു വിവരക്കേടാണ് പറഞ്ഞതിനർത്ഥം? എക്സൈസ് മന്ത്രിയോ? ബജറ്റ് പാസാക്കിയാൽ ആ നിയമസഭ പാസാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശം യാഥാർത്ഥ്യമായി. പിന്നെ നയത്തിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട കാര്യം? നയം അത് വിൽക്കണ്ടെന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ അത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. എന്തെന്ത് വിൽക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. വീര്യം കുറഞ്ഞ മദ്യം ബജറ്റ് പാസാക്കി കഴിഞ്ഞാലോ കോടതി പോയാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടും. എന്താ നിങ്ങൾ പറയുന്നത്? നിയമസഭ പാസാക്കിയ ബജറ്റിന് മുകളിലാണോ മദ്യനയം? സംഘികൾക്കും കൊങ്ങികൾക്കും വേണ്ടി ഈ മെഴുകാൻ വന്നിരിക്കുന്ന സ്മൃതി പരുത്തിക്കുരുവിന് കണക്കിന് കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നത് കേട്ടോ. അതായത് NB രാജേഷ് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. സ്മൃതി എന്തോ അങ്ങ് വലിയ രീതിയിൽ മെഴുകാൻ വേണ്ടി വന്നത്, ആരോ കൊങ്ങിക്കുട്ടന്മാർ സതീശൻജി പറഞ്ഞു കൊടുത്തതായിരിക്കും സ്മൃതി മോളെ ഇതുപോലെ പറയണമെന്ന്. പക്ഷേ അത് പറയേണ്ടതും അല്ലെ പറഞ്ഞ ആളിൻ്റെ ഒരു സ്ഥലം മാറിപ്പോയി, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ മാറിപ്പോയി. കൃത്യമായിട്ടുള്ള മറുപടി, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് തന്നെ NB രാജേഷ് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയൻ സഖാവ് പറഞ്ഞ ആ വീഡിയോയുടെ ബാക്കി വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നത് ഈ കലക്കവെള്ളം, അതായത് ഈ പറയുന്ന സംഘികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിനെ വിറ്റുകൊടുത്ത അല്ലെ കേരളത്തിനെ ഒറ്റുകൊടുത്ത ഈ കൊങ്ങികൾ, ആ കൊങ്ങികളെ എതിർക്കാൻ വേണ്ടി പോയ ഞങ്ങളുടെ പിള്ളേരുടെ മേലെ ഇവർ അടിച്ചിരിക്കുന്നത് ഈ പറയുന്ന മലിനജലമാണ്. ആ മലിനജലം അടിച്ചുണ്ടാവാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ്. പിണറായി വിജയൻ ഇങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന അടിപൊളി മറുപടി തന്നെയായിരുന്നു നമ്മൾ ആ കണ്ടത്. ഞാൻ ഈ പുതിയ പിള്ളേർക്ക് അറിയില്ലല്ലോ ഞാൻ സംസാരിക്കാൻ വന്ന് സംസാരിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലെ AIYF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു. നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ പോലീസ് നേരിട്ടത് അവര് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്. ഇത് നമ്മളെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, മറുപടി പറയേണ്ടവരവിടെ ഇരിക്കുന്നില്ല, അവര് പറഞ്ഞോളൂല്ലോ. ഇത് കലക്ക വെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരുന്നു. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ള ഒരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാറ്. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അത് പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. ഇതിന് രമേശ് ചെന്നിത്തല കൊടുക്കുന്നൊരു മറുപടി ഉണ്ടായിരുന്നു. അതായത് വെള്ളം ഞങ്ങൾ തോട്ടിൽ നിന്നും എടുത്തതല്ല, അത് വാട്ടർ അതോറിറ്റിയിലെ വെള്ളം തന്നെയാണ്. ആ വെള്ളത്തിന് എങ്ങനെയാണ് ഇത്രയും കലക്കൽ വന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെഴുകുന്നത്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഇത്രയും കലങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർ അതോറിറ്റിയിൽ ഏതെങ്കിലും ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുത്തതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ പ്രതികരിക്കാൻ വരുന്ന ആളുകളെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം. അത് അടിച്ചു കൊല്ലുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു അസുഖത്തിൽ കൂടി അങ്ങ് ഇല്ലായ്മ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം സതീശനാദികൾ ഈ രീതിയിലുള്ള മലിനജലം വാഹനങ്ങളിൽ നിറച്ച് അവരുടെ എല്ലാം ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്നത്. അപ്പോൾ ഇതിനു മുൻപും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു, അതിന് മുൻപും പല സമയങ്ങളുണ്ടായിരുന്നു. എടാ മക്കളെ, അവിടെ ഇരിക്കുന്നവന്മാരൊക്കെ വലിയ ബഹളമാണ്. പിണറായി വിജയൻ ആ കുപ്പി എടുത്ത് അങ്ങോട്ട് ഉയർത്തിയപ്പോഴേ വലിയ ബഹളമാണ്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ കുരയാണ്. ആരുടെ മുന്നിലാണ് നീയൊക്കെ കുരയ്ക്കുന്നത്? കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതിന് മുൻപ് പാർട്ടി സെക്രട്ടറി ആയിട്ട് അയാൾ വർഷങ്ങളോളം ഇരുന്നിട്ടുണ്ട്. അയാൾ ജനിച്ച് വീണ് അയാൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ പാർട്ടിയിൽ വന്ന് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരുപാട് അടിയും ഇടിയും ഒക്കെ കൊണ്ട് ഒരുപാട് വെട്ടും കുത്തുമൊക്കെ കണ്ടും ഒക്കെ വളർന്നൊരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഇന്ന് ഈ കാണുന്ന ഒരു ഇരട്ടച്ചങ്കനായിട്ട് അയാൾ മാറിയതിൻ്റെ പിന്നിൽ ഒരുപാട് സഹനത്തിൻ്റെയും ഒരുപാട് വേദനയുടെയും ഒക്കെ കഥകളുണ്ട്. അതൊക്കെ നിനക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നീ പോയി നിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നിന്നെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ, അതായത് നിന്നെയൊക്കെ ജനിപ്പിക്കുന്നതിന് മുന്നേ അങ്ങനെ ഒരു സന്തതി വേണോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു മനുഷ്യനെ പറ്റിയാണ് നിങ്ങൾ ഈ അപവാദവും അപരാധവും അവഖ്യാദികളും ഒക്കെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സംഘികൾക്ക് വേണ്ടിയിട്ട്, നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ ഒരു കുട്ടി മോദിയാണ് സതീശൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല.
കാരണം സത്യാവസ്ഥ അത് തന്നെയാണ്. പിണറായി വിജയൻ അങ്ങ് വലിയ അപരാധം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരൊക്കെ വി ഡി സതീശൻ എന്താ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. വി ഡി സതീശൻ ചെയ്യുമ്പോൾ എല്ലാം ഹലാലും പിണറായി വിജയൻ ചെയ്യുമ്പോൾ എല്ലാം ഹറാമും ആണെന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ്, ഈ ഡബിൾ ഫാദർ സിൻഡ്രം, അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ച് നമുക്കറിയാം. അതിൻ്റെ പിന്നാലെ പോയി സ്മാരകം പണിയുന്നത് നമുക്കറിയാം. പലരും പറയുന്നത് വയനാട്ടിലെ ജനങ്ങളെ പറ്റിച്ചിട്ടില്ല. വയനാടിൻ്റെ വിഷയങ്ങൾ നയപ്രഖ്യാപനത്തിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ ബജറ്റിലോ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ജനങ്ങൾ കൊടുത്ത ഫണ്ട് കൊണ്ട് നടത്തുന്നതാണ്, സർക്കാരിൻ്റെ ഫണ്ടല്ല എന്നാണ്. എന്തൊരു മണ്ടത്തരമാണല്ലേ വിളിച്ച് പറയാം. സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ഫണ്ടെന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ പൊതുഖജനാവിലെ ഫണ്ടാണ്. ആ പൊതുഖജനാവിലെ ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ട ഒരു അവസരമാണ് ബഡ്ജറ്റ് അവതരണം. ആ ബഡ്ജറ്റ് അവതരണത്തിൽ പോലും വയനാടെന്നൊരു പേര് മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ വയനാട്ടിൻ്റെ പേരിൽ കിട്ടിയിട്ടുള്ള, വയനാടിൻ്റെ പേരിൽ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട്, ഇടതുപക്ഷം കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് കൂടി മുക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇവർ ഓൾറെഡി ഫണ്ട് കളക്ട് ചെയ്തത് മുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഇടതുപക്ഷം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫണ്ട് കൂടി മുക്കി പുട്ടടിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ്. ആ വയനാടിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സലീം കുമാറിന് സ്മാരകം പണിയാനായിട്ട് ഇവർ മുന്നിലേക്ക് പോകുന്നതും. ഇതിലൊരു സംശയവും ആർക്കുമില്ലല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.